നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത് KSRTCയുടെ ഒരു 2-3 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പൊതുപരിപാടികൾക്ക് പത്തനാപുരത്ത് പുറത്ത് പോകാറില്ല. അതാണ് MLA പറഞ്ഞത്. അദ്ദേഹം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിലും സ്റ്റീഫൻ ഒരു വിധത്തിലും എന്നെ വിടാതെ പിടിച്ചു. കേരളത്തിൽ ഇത്രയധികം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ടെങ്കിലും പ്രധാനമായി എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളുടെ തുടക്കമെന്ന നിലയിൽ മുഖ്യമന്ത്രി ആദ്യം തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഏതാണ്ട് 11-12 ഡ്രൈവിംഗ് സ്കൂളുകൾ, 11 ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുടക്കുന്നത്. ഇപ്പോൾ ഇത് തുടങ്ങുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ KSRTC തന്നെ തുടങ്ങി. ഇത് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം MLA തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി, എല്ലാ സ്ഥലത്തും MLA തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി. ഞാൻ നിർബന്ധം പിടിച്ചു. പക്ഷേ സ്റ്റീഫൻ ഒരു വിധത്തിൽ അനുവദിച്ചില്ല. ഞാൻ തന്നെ വരണം എന്ന് പറഞ്ഞു. അത് സ്റ്റീഫൻ്റെ ഒരു സ്നേഹബുദ്ധിയുള്ള ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ വന്നത്. അല്പം വൈകിയതിൽ ക്ഷമിക്കണം. കാരണം ഞാൻ രാവിലെ ഓഫീസിൽ വന്ന് കയറിയാൽ അവിടെ വന്ന് കാണുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഒരു തരത്തിലും അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല. കാരണം KSRTCയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്ത്രി ഇടപെടേണ്ട ഒരു സ്ഥിതിയുണ്ട് ഇപ്പോൾ എന്നതാണ് യാഥാർത്ഥ്യം. KSRTCയിലെ ജീവനക്കാർ ഒരുമിച്ച് ശമ്പളം വാങ്ങിയിരുന്നവരല്ല എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 10-18 മാസമായി ഇപ്പോൾ ജീവനക്കാർ ഒന്നിച്ച് ശമ്പളം വാങ്ങാൻ തുടങ്ങി. ഇനി ജീവനക്കാർ എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ശമ്പളം വാങ്ങാൻ തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, KSRTCയിലെ ജീവനക്കാരോടാണ് എൻ്റെ ആദ്യ വാക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് എന്നെക്കാൾ നന്നായി ഒരു ട്രേഡ് യൂണിയനും നിങ്ങളോട് പറയില്ല. ഈ അവസരത്തിൽ KSRTCയുടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ തുറന്ന മനസ്സോടെ ഇതിനെ ഒന്ന് കരപിടിച്ച് കയറ്റി ആദ്യം ജീവനക്കാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു തൊഴിലാളി നേതാവിൻ്റെ മകനാണ്. അതിലുപരി തൊഴിലാളികളുമായി ഏറ്റവും ആത്മബന്ധമുള്ളൊരു പൊതുപ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ച് KSRTC ലാഭത്തിലാക്കാമെന്ന പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ നഷ്ടം കുറച്ചുകൊണ്ടുവരികയും നമ്മുടെ വരുമാനം കൂടുകയും വരവ് ചെലവുകളിൽ വരവിനേക്കാൾ വലിയ ചെലവാണിപ്പോൾ. അപ്പോൾ വരവിനേക്കാൾ വലിയ ചെലവ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മന്ത്രിയായി വന്നിട്ട് 1 വർഷം പിന്നിടെയാണ്. ഞാൻ വരുമ്പോൾ KSRTCയുടെ ഒരു ദിവസം നഷ്ടം ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് അരികിലാണ്. 1.85 മുതൽ 2 കോടി രൂപ വരെയാണ്. അത് പല മാസങ്ങളിലും കുറച്ച് കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ 30 ദിവസം പിന്നിടുമ്പോൾ 60 കോടി രൂപയ്ക്ക് അടുത്ത്, 50 കോടിക്കും 60 കോടിക്കും ഇടയ്ക്ക് നമുക്കൊരു മാസം നമ്മുടെ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള നഷ്ടമുണ്ടായിരുന്നു. ഇന്ന് അത് കുറച്ചു കൊണ്ടുവന്ന് ശരാശരി ഒരു 48 കോടി 50 കോടിയിലേക്ക് കൊണ്ടുവരാൻ. അതിൻ്റെ അർത്ഥം ഒരു മാസം 6 കോടി രൂപ, 10 കോടി രൂപയുടെ നഷ്ടം നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിയും. ചെറിയ പൈസയല്ല. 10 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയല്ല. പക്ഷെ ഓരോ ദിവസം ഓരോ പ്രതിസന്ധി. ഇന്ന് രാവിലെ വന്നപ്പോൾ ആദ്യത്തെ പ്രതിസന്ധി എന്നാണ്, ഞാനും CMD ഒരുമിച്ചിരിക്കുകയായിരുന്നു. MLA വിളിക്കുമ്പോൾ ഞങ്ങൾ അടുത്തിരിക്കുന്നു. അടുത്ത പ്രശ്നം എന്താ, കഴിഞ്ഞ ഈ 3 ദിവസം മുമ്പ് വരെ 1 കോടി 6 ലക്ഷം രൂപയാണ് പഴയകാല കടങ്ങൾ തീർക്കാൻ KSRTC ഓരോ ദിവസവും മാറ്റിവെച്ചിരുന്നത്. ബാങ്കുകളുടെ കൺസോർഷ്യം, സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം പഴയകാല ലോണുകൾ ഏറ്റെടുത്തുകൊണ്ട് 1 കോടി 6 ലക്ഷം രൂപ ഒരു ദിവസം മാറ്റിവെക്കാനുള്ള നിർദ്ദേശമുണ്ട്. മെനഞ്ഞാന്ന് മുതൽ അത് മാറുകയാണ്. ഇപ്പോൾ 1 കോടി 19 ലക്ഷം രൂപ ഒരു ദിവസം അവർക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കണം. അങ്ങനെ വരുമ്പോൾ എത്ര, 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയ്ക്ക് മേളിൽ നമ്മൾ അവർക്ക് വേണ്ടി ഒറ്റയടിക്ക് മാറ്റേണ്ട ഒരു സ്ഥിതി വരികയാണ്. വീണ്ടും നമ്മുടെ കണക്ക് തെറ്റുകയാണ്. ഓരോ ദിവസവും 10-13 ലക്ഷം രൂപ അധികമായി നമ്മൾ മാറ്റിവെക്കണം, അവർക്ക് മാറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൂടി നമ്മുടെ ആവശ്യങ്ങൾ എടുക്കാൻ പറ്റാതെ എന്ന് കരുതി നമുക്ക് വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? അത്ര വലിയ വരുമാന വർധനമൊന്നുമില്ല. ചില ദിവസങ്ങളിലേ വർദ്ധിച്ചിട്ടുള്ളൂ. 9 കോടി രൂപ എത്തിക്കണം എന്ന് ജീവനക്കാരോട് ആവശ്യപ്പെടുക, അതിൻ്റെ പരിശ്രമം ആരംഭിക്കാനായി ചെയ്യുന്നവർ ഇപ്പോഴും കൈ കാണിച്ച വണ്ടി നിർത്താത്ത ഡ്രൈവറുണ്ട്. കൈ കാണിച്ച വണ്ടി നിർത്തണം. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കൈ കാണിച്ച് വണ്ടി നിർത്തിയില്ലെങ്കിൽ എല്ലാ വണ്ടിയിലും ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പണം റോഡ് സേഫ്റ്റി അതോറിറ്റി അനുവദിച്ചിട്ടുണ്ട്. വണ്ടിക്ക് അകത്തും പുറത്തും ക്യാമറ വയ്ക്കാൻ 7 കോടി രൂപയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി KSRTCക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ വണ്ടിയിലും ക്യാമറ വയ്ക്കുകയാണ്. ജനപ്രതിനിധികളും കേൾക്കണം, ഈ ക്യാമറ നമ്മൾ പരിശോധിക്കും. കണ്ടക്ടറുടെ അനുവാദം ആവശ്യമില്ല. വഴിയിൽ നിന്ന് കൈ കാണിച്ചാൽ ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കണം. നിർത്താത്ത പക്ഷം പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അല്ലെങ്കിൽ വിജിലൻസ് പരിശോധിക്കും. എവിടെ നിന്നാണോ ഡ്രൈവർ, ഇപ്പോൾ വിതുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ ഡ്രൈവർ വണ്ടി 2 പേര് കൈ കാണിച്ചു, നിർത്താതെ പോയ 2 പേരുടെ ടിക്കറ്റിന്റെ കാശ് ഡ്രൈവർ തരേണ്ടി വരും കേട്ടോ. എല്ലാവർക്കും ഒരു കണ്ടക്ടർ പണം നഷ്ടപ്പെട്ട ആ കണ്ടക്ടർ കയ്യിൽ നിന്ന് വയ്ക്കണം എന്ന് പറയുന്ന പോലെ റോഡിൽ നിൽക്കുന്ന ആൾ കൈ കാണിച്ചാൽ നിർത്താതെ പോയാൽ നമുക്ക് നഷ്ടമാകുന്ന പണം, ചിലപ്പോൾ ഈ ആൾ വിതുരയിൽ നിന്ന് കയറി നെടുമങ്ങാട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ബസ് തിരുവനന്തപുരത്തേക്കാണ് ബോർഡ് വെച്ചിരുന്നെങ്കിൽ
തിരുവനന്തപുരത്തിനുള്ള പൈസ തരേണ്ടി വരും. സ്വിഫ്റ്റ് ബസ്സുകൾ ഞാനത് പരിശോധിച്ചു, ഡ്രൈവർമാർ നിർത്താതെ പോകണം. 2 സ്ത്രീകളെ ഇടിച്ചു കൊന്നിട്ടും നിർത്താതെ പോകുന്നതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവർ എന്നോട് പറയുകയാണ്, 2 പേരെ ജീവൻ രക്ഷിക്കണോ 60 പേരുടെ ജീവൻ രക്ഷിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ 2 പേര് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് പറയുന്നത്. വണ്ടി ഓടിച്ചു വേണം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ റോഡ് സേഫ്റ്റി കമ്മീഷനുമായിട്ട് ഞങ്ങളെ ബാങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ലൈസൻസ് നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി ഈ ഒരു പദ്ധതിയോട് സഹകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു തമാശയുണ്ട്, ലൈസൻസ് ടു കിൽ അല്ല, ലൈസൻസ് ടു ഡ്രൈവ് ആണെന്ന് പറഞ്ഞു. ലൈസൻസ് ടു കിൽ എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ട് സിനിമകളിൽ, ഇംഗ്ലീഷ് സിനിമയിൽ ജെയിംസ് ബോണ്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയിംസ് ബോണ്ടിലെ സിനിമയിൽ ജെയിംസ് ബോണ്ടിന് ഒരു ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ടു കിൽ എന്നൊരു ലൈസൻസ്. ആരെയും കൊല്ലാം, വെടിവെച്ച് കേസില്ല എന്ന് പറഞ്ഞതുപോലെ വണ്ടി ഓടിക്കുന്നവരുടെ വിചാരം, കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന വിചാരം ആരെയും കൊല്ലാനുള്ള ലൈസൻസ് കിട്ടി, ഇനി നമുക്ക് വണ്ടി എടുത്തങ്ങ് ഇറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, ഞാൻ മന്ത്രിയായി വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ബഹളം എന്തായിരുന്നു, ഡ്രൈവിംഗ് സ്കൂളുകളിലെ പഠിപ്പിക്കൽ മോശമാണ്, അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കുറച്ച മതി, നമ്പർ കുറയ്ക്കണം, സ്ട്രിക്റ്റ് ആക്കണം എന്ന് പറഞ്ഞു. അതിനെതിരെ എനിക്കെതിരെ സമരം ചെയ്തു. എനിക്ക് ആ സമരത്തോടൊന്നും ഒരു വിരോധമില്ല. സമരം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സമരം ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കാം, ഞാൻ KSRTCയുടെ CMD വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ അങ്ങ് തുടങ്ങിയാലോ. കേരളത്തിൽ നമുക്ക് സ്ഥലമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാൽ. അപ്പോൾ പണം എവിടെയെന്നൊന്നും ഒരു ധാരണയില്ല കേട്ടോ. അപ്പോൾ പ്രമോദ് എന്നോട് പറഞ്ഞു, ശരി സാർ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് പ്രമോദ് ശങ്കർ മുന്നോട്ട് വന്നു. പണം എവിടെ നിന്ന് എടുക്കണമെന്നറിയില്ല. അങ്ങനെ ആദ്യം പറഞ്ഞു പോയില്ലേ, പെട്ടെന്ന് KSRTCയുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഇതെല്ലാം റെഡിയായി, അവരെല്ലാം റെഡിയായി, സ്റ്റാഫെല്ലാം റെഡിയായി, അവർ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി വാങ്ങിക്കണ്ടേ, വണ്ടി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് KSRTC തന്നെ പൈസ എടുത്തു കൊടുത്ത് 2 വണ്ടി അങ്ങ് വാങ്ങിച്ചു, ബൈക്കും കാറും വാങ്ങിച്ചു. അങ്ങനെ KSRTC ദാരിദ്ര്യത്തിൽ കിടക്കുമ്പോൾ അങ്ങനെ പൈസ എടുക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ്, റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി വണ്ടി വാങ്ങാൻ പണം കൊടുക്കുന്നു. കാരണം നല്ല നിലവാരമുള്ള ലൈസൻസ് ഉണ്ടാകണം. ഈ ഡ്രൈവിംഗ് സ്കൂൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ദിവസം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് മാധ്യമപ്രവർത്തകരോട്. തിരുവനന്തപുരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് പഠിച്ച് ധൈര്യത്തോടു കൂടി സ്വന്തം വാഹനം ഓടിച്ച് റോഡിലേക്ക് പോകുന്ന ലൈസൻസ് ഉടമകളെ കാണിച്ചു തരാം. കൃത്യമായി പാലിച്ചു. 40 പേർ പരീക്ഷ എഴുതി ആദ്യത്തെ ബാച്ച്. അതിൽ 36 പേര് ജയിച്ചു. അതിൽ വന്ന കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും സധൈര്യം അവരുടെ വാഹനം ഓടിച്ച് ലുലുമാളിൻ്റെ അവിടെയുള്ള ആ മെയിൻ റോഡിലേക്ക്, ഹൈവേയിലേക്ക് അവർ തന്നെ വണ്ടി ഓടിച്ച് പോകുന്ന കാഴ്ച മാധ്യമപ്രവർത്തകരിലൂടെ ജനങ്ങളെ കാണിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമുണ്ട്. അതല്ലേ വേണ്ടത്. നമ്മൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ മൊത്തം ഇപ്പോൾ വളരെ കർശനമാണ്. ഒരു ദിവസം 127 പേരെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ 127 പേരെ പരിശോധിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന 127 പേർക്ക് ഉച്ചയ്ക്ക് രാവിലെ 8:30 മണി അല്ലെങ്കിൽ 8 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് നടക്കുന്നത് ഈ അത്ഭുത സംഭവം. 127 പേരെ പരിശോധിക്കുന്നു ഒരാൾ, അതിൽ 124 പേരും ജയിക്കുന്നു. ഇത് കമ്മീഷൻ പറഞ്ഞ ലൈസൻസ് ടു കില്ലാണ്. ആ ലൈസൻസ് ഏതാ 127 പേരെ പരിശോധിച്ചു. രാവിലെ 8:30 മണി മുതൽ 1:30 മണിക്കിടയിൽ, 1 മണിക്കും 1:30 മണിക്കും ഇടയിലുള്ള സമയത്ത് അദ്ദേഹം 127 പേരെ പരിശോധിച്ചു. അതിൽ 124 പേരും ജയിച്ചു. 3 പേര് വളരെ മോശമായി. അങ്ങനെ തോക്കാൻ വഴിയില്ല. അവരെന്തെങ്കിലും വലിയ കുഴപ്പം കാണിച്ചാൽ അല്ലെങ്കിൽ തോക്കത്തില്ല. ഈ ഉദ്യോഗസ്ഥൻ തന്നെ, ഈ അത്ഭുതകരമായ ഉദ്യോഗസ്ഥൻ, നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്, രാവണന് 10 തലയുണ്ടായിരുന്നു, 20 കൈകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ കാണുന്നെങ്കിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത്. അടുത്ത അയാളുടെ കലാപരിപാടി എന്താ പറയുക, അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കും 4 മണിക്കും ഇടയ്ക്ക്, 5 മണിക്കും ഇടയ്ക്ക് അദ്ദേഹം 42 ഹെവി ലൈസൻസുകൾ പരിശോധിച്ച് പുതുക്കി നൽകി. ഇത് ഉച്ചയ്ക്ക് ശേഷം ഈ 2 മണി മുതൽ 5 മണിക്കിടയ്ക്ക്. അവിടെ കൊണ്ട് അത്ഭുതം തീർന്നില്ല. മറ്റൊരു സൈറ്റിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 52 ലോറികൾ, പഴയ ബസ്സുകളും ലോറികളും വാഹനങ്ങളും ഫിറ്റ്നസ് ചെയ്തു കൊടുത്തു. ഇതേ മാന്യം തന്നെ. ഇയാളെ നമ്മൾ സ്വീകരിക്കണോ, ഇയാളെ സർവീസിൽ തിരിച്ചുവിടണോ? ഇയാളെ ആരായി കണക്കാക്കണം? ഇയാളെ നമ്മൾ കാണേണ്ടത് എന്താ, ഒരു രാജ്യദ്രോഹിയായിട്ടാണ് കാണേണ്ടത്. ഇത്രയും അധികം ആളുകളെ അപകടകരമായ നിലയിൽ റോഡിലേക്ക് ഇറക്കി വെച്ച അയാളെ നമ്മൾ എന്തായിട്ട് കാണാം? അപ്പം അത് മനസ്സിലാക്കി ഇത്തരം ആളുകളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായ റോഡിൽ യാത്ര ചെയ്യാൻ കഴിയണം. അപകടങ്ങൾ കണ്ട് നമ്മൾ മനസ്സ് മരവിച്ച അവസ്ഥയാണ്. ഞാനെപ്പോഴും പറയും, ഒരു മരണം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ അല്ല, അനേകം കുടുംബങ്ങളെ താറുമാറാക്കുകയും തകിടം മറിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇത്തരം വാഹന അപകടങ്ങൾ കുറച്ച് തന്നെ ആകണം. നമ്മൾ മനസ്സിലാക്കൂ, KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ മികവ് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ദാരിദ്ര്യമാണ്, ഗണേഷ് കുമാർ ഒരു ദുഷ്ടനാണ്, വന്നു പാവപ്പെട്ടവരെ വയറ്റത്തടിച്ചു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളുകാർ.
അതിൻ്റെ ഒരു ലളിതമായ കണക്ക് കൂടി നിങ്ങൾ കേൾക്കണം. KSRTC പുതിയ കാറുകൾ വാങ്ങി, പുതിയ ബൈക്കുകൾ വാങ്ങി, ഏതാണ്ട് 7.5 ലക്ഷം രൂപ വിലയുള്ള സിമുലേറ്റർ അതിലിരുന്ന് പഠിച്ചിട്ടാണ് ഡ്രൈവിംഗ് വണ്ടിയിലോട്ട് കയറാൻ പോകുന്നത്. ഇത് കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിനും ഇല്ല, നമുക്ക് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വാങ്ങി നടത്തിയതിന് ശേഷം KSRTC ഏതാണ്ട് 661 പേരെ, അതായത് എല്ലാ സ്ഥലത്തും പൂർണ്ണ തോതിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ടില്ല, എല്ലാ സ്ഥലങ്ങളിലും ഹെവി ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ, ഹെവി എല്ലായിടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാറ് വന്നു തുടങ്ങിയുള്ളൂ, ആദ്യത്താണ് ഇവിടെ തുടങ്ങുന്നത്. ഇനിയുള്ള സ്ഥലങ്ങളിലേക്ക് കാറുകൾ ഇനി മാവേലിക്കര, ചാത്തന്നൂർ, എല്ലാ സ്ഥലത്തേക്കും കാറുകൾ പോകാനുണ്ട്. കാറുകൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെയായിട്ട് വന്നിട്ടുള്ളൂ. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത വണ്ടി ഇവിടെ കൊണ്ടുവന്നാണ്, ബൈക്ക്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥലത്തും തുടങ്ങാൻ കഴിയും. 10 ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥലത്തും തുടങ്ങാം. അതായത് സ്ഥലത്തെ MLA-മാർ അവരുടെ സമയം നോക്കി ഉദ്ഘാടനം ചെയ്തുകൊള്ളാൻ നിർദ്ദേശം, താമസിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാം കൂടി എടുത്താൽ തിരുവനന്തപുരത്തതും ഈ ഹെവി ലൈസൻസ് 661 പേരാണ് ഇതുവരെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിട്ടുള്ളത്. അവർ ഫീസായി അടച്ചത് 52,41,200 രൂപയാണ്. അതായത് ഫീസ് എന്ന് പറയുന്നത് മറ്റേ ഡ്രൈവിംഗ് സ്കൂളുകൾ വരെ സ്ത്രീകൾക്ക് കൂടിയ ഫീസും പുരുഷന്മാർക്ക് കുറഞ്ഞ ഫീസും അങ്ങനെയൊന്നുമില്ല, ഒരേ ഫീസാണ് കുറച്ച് വെച്ചിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പിന്നെയും കുറച്ച് വെച്ചിരിക്കുന്ന പൈസ അല്ലേ, 2000 രൂപ വരെ കുറച്ച് വെച്ചേക്കാം. പിന്നെയും വാങ്ങുന്നതിനേക്കാളും പിന്നെയും 2000 രൂപ കുറച്ച് വെച്ചിരിക്കുക. ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ വരുമാനം 52,41,200 രൂപയാണ്. അതിൽ ശമ്പളം മാത്രം 11,72,282 രൂപ. അതിൽ KSRTCയിലെ ട്രെയിനിങ് സെന്ററിൽ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ ശമ്പളം കൂട്ടുന്നില്ല. കാരണം അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവർ ഇപ്പം തന്നെ ജോലി ചെയ്യുന്നു, അവർക്ക് ശമ്പള വർധനമൊന്നുമില്ല, അവർ ഈ ജോലി കൂടി അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളത്. വണ്ടി വാങ്ങിച്ച ഇനത്തിലും എല്ലാം കൂടി ചേർത്താൽ നമുക്ക് ചിലവായിട്ടുള്ളത് 24,54,000. ഫ്യൂവൽ അടിച്ചത്, വണ്ടിക്ക് പെട്രോൾ അടിച്ചത് എല്ലാം ചേർത്തുകൊണ്ട് 24,54,679 രൂപ. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ സേവിക്കുന്നതെന്ന് ആലോചിക്കണം. സ്ത്രീകൾക്ക് കൂടുതൽ പൈസ, തോറ്റു കഴിഞ്ഞാൽ വീണ്ടും പൈസ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കോ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കോ യാതൊരു ആനുകൂല്യം കൊടുക്കാത്ത പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ, അവരുടെ ഗതികേട് വളരെ വേണം. പുഴുത്ത പഴയ വണ്ടിയാണ്, 26 കൊല്ലം കഴിഞ്ഞ വണ്ടി പൊളിച്ചു കളയണം എന്ന് പറഞ്ഞതിനായിരുന്നു എനിക്കെതിരെ സമരം. ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് കിടന്നു. പക്ഷേ പാവപ്പെട്ട അവർ മനസ്സിലാക്കണം, 661 വരെ ന്യായമായ ഫീസിൽ മര്യാദയ്ക്ക് പഠിപ്പിച്ചപ്പോൾ എല്ലാ സർക്കാർ ജീവനക്കാരെ ശമ്പളം കൂടി കണക്കാക്കി, പുതിയ വണ്ടിയുടെ വില കണക്കാക്കി, പെട്രോളും ഡീസലും കണക്കാക്കി കുറച്ച് എഴുതി വരുമ്പോൾ KSRTCക്ക് ഇന്നേ ദിവസം വരെ ലാഭം 27,86,522 രൂപയാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ ലാഭം എന്തായിരിക്കും ആലോചിച്ച് നോക്കാം. ഈ ദരിദ്രമായി കിടക്കുന്ന വണ്ടികളുമായി, ഓടാത്ത വണ്ടിയും തള്ളി പാവപ്പെട്ട നാട്ടുകാരെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ പേരിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ലൈസൻസ് ടു കിൽ എന്ന സംവിധാനം നടപ്പിലാക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ, അതായത് ഗണേഷ് കുമാർ വയറ്റത്തടിക്കുന്നു, ഈ സർക്കാർ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ കുഴി കുഴിച്ച് കിടക്കുകയാണ്, കഞ്ഞൂടി മുട്ടിച്ചു എന്ന്. കഞ്ഞൂടിയാണോ ഇത്? 27,56,000 6 മാസം കൊണ്ട് KSRTC കുറഞ്ഞ ചെലവിൽ ആളെ പഠിപ്പിച്ചിട്ടും 27,86,522 രൂപ നമുക്ക് ലാഭമാണ്. ആലോചിക്കുന്നത് KSRTC. ഇതെല്ലാം KSRTC ജീവനക്കാർ മനസ്സിൽ, ഇതൊക്കെ നിങ്ങൾക്കാണ്. പക്ഷെ ഈ ലാഭം ഈ 10 സ്ഥലങ്ങളിൽ കൂടി തുടങ്ങിക്കഴിയുമ്പോൾ അടുത്ത 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ബസ് ഡിപ്പോകളും കേന്ദ്രീകരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ കഴിയുന്ന തരത്തിൽ സ്വന്തം നിലയിൽ പണം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. KSRTC ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു സർവീസായി മാറും. ഇത് ഒരു ലാഭം ഉണ്ടാക്കുന്നതിനപ്പുറം ഏറ്റവും നല്ല ലൈസൻസ് എടുത്ത് മികച്ച ഡ്രൈവിംഗ് സെൻസുള്ള ആൾക്കാരെ റോഡിലേക്ക് ഇറക്കുക എന്ന് പറയുന്ന വലിയൊരു പരിഷ്കാരത്തിൻ്റെ തുടക്കമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് കള്ളത്തരവും വേലയൊന്നും ആരും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മാധ്യമങ്ങളുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചുകൊണ്ട് കളിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. സത്യം പുറത്തു കൊണ്ടുവരും. വെറുതെ ഒരു വാശിക്ക്, ഒരു രസത്തിന് തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളാണ് അത്. ഇന്ത്യയിൽ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഇങ്ങനെ സംവിധാനമില്ല, ഒരു ഗവൺമെന്റിനും ഇങ്ങനെ സംവിധാനമില്ല. കേരള സർക്കാരിന് മാത്രമുള്ള സംവിധാനമാണ്. സാധാരണക്കാരെയും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും ആനുകൂല്യം നൽകിക്കൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനമാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ. വേറെ എവിടെയും ഇല്ല എന്നാലോചിക്കുന്നു. ഇതൊരു ചരിത്ര മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. മികച്ച ഡ്രൈവിംഗ് സെൻസുള്ളവർ റോഡിൽ ഇറങ്ങുമ്പോൾ അപകടം കുറയും, മരണം കുറയും, ആളുകളുടെ ജീവിതങ്ങൾ മാറിമറിയും. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ പിന്തുണ വേണം. മാത്രമല്ല KSRTCയുടെ കേരളത്തിലെ ശരാശരി, ഞാൻ എല്ലാ ആഴ്ചയിലും പരിശോധിക്കാറുണ്ട്, കേരളത്തിലെ ശരാശരി ഡ്രൈവിംഗ് ടെസ്റ്റിലെ ഇപ്പോഴത്തെ വിജയ ശതമാനം എന്ന് പറയുന്നത് 48-49%. 50-ൽ താഴെയാണ്. വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു കുഴപ്പമുണ്ടെങ്കിൽ അപ്പോഴേ തട്ടുകയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഡ്രൈവിംഗ് നടത്തുന്നത്. പക്ഷെ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ പഠിച്ച കുട്ടികൾ വിജയിച്ചിരിക്കുന്നത് 82%. 48% ശരാശരി കേരളത്തിലെ.
അതിൽ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതി പുറത്തു വന്ന ടെസ്റ്റ് കഴിഞ്ഞ 635 പേരിൽ 239 പേര് അറ്റൻഡ് ചെയ്തിരിക്കുന്ന 239 പേര് 96 ആളുകൾ പാസ്സായി കഴിഞ്ഞു. 43 പേരെ ഫെയിലായിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 82% വിജയമുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളിലെന്നാണ്. അപ്പം അത്രയും മികച്ച ഡ്രൈവിംഗാണ് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ഒരുമിച്ചാണ് ടെസ്റ്റ്. എല്ലാവരുടെ ഒപ്പമാണ് ടെസ്റ്റ്. ആരും ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചു എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അവരെ പുറത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലേഡിയെ വിളിച്ച് നിങ്ങളൊരു വണ്ടി എടുത്തോളാൻ പറയും. ആ വണ്ടി എടുത്ത് അവർ ഓടിക്കുന്നതിന് അങ്ങ് കൊടുക്കും, അനുവാദം കൊടുക്കുക. കൊടുത്തിട്ട് ഒരാഴ്ചയിൽ അവരുടെ ഒരു ദിവസം 1000 രൂപ വെച്ച് അവരെന്ന് വാങ്ങിക്കും. ഒരു വണ്ടിക്ക് 1000 രൂപ വെച്ച്. അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളുടെയും സ്കൂളുകളിലെല്ലാം നമ്പർ ഇടാൻ തീരുമാനിച്ചു. ബോണറ്റ് നമ്പർ ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ KL തിരുവനന്തപുരത്താണെങ്കിൽ, തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ KL 01 തിരുവനന്തപുരം ജില്ല മുഴുവൻ. അതിലെ ഡ്രൈവിംഗ് സ്കൂൾ 1D എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ 1 എന്നുള്ളത്. അടുത്ത ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരന് 3 വണ്ടി ഉണ്ടെങ്കിൽ 1, 2, 3. അടുത്ത ഡ്രൈവിംഗ് സ്കൂളിൽ 4, 5, 6 ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടികൾ ഇനി തിരിച്ചറിയാൻ പറ്റും. അത് വല്ലവരെയും വാടക എടുത്തോ ആളുകളുടെ ഇന്ന് ദിവസം 1000 രൂപയ്ക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ കൊടുക്കൊന്നും നടക്കില്ല. കൃത്യമായി ആ ഡ്രൈവിങ്ങിന് ആവശ്യമുള്ള സംവിധാനങ്ങളോടുകൂടിയ ഇത് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും നമ്മൾ ബാഡ്ജ് കൊടുക്കാൻ തീരുമാനിച്ചു. ടാഗ് കൊടുക്കാൻ പോവാം. RTO സീൽ ചെയ്തിട്ടുള്ള അവരെ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തണം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഇവിടെ തുടങ്ങുന്ന ടൂറിസം പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ KSRTCയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങളാണ്. ജനുവരി മാസത്തിൽ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം കൈവരിച്ചിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 4,41,00,000 രൂപയുടെ ടിക്കറ്റാണ് വിറ്റിരിക്കുന്നത് ആളുകളെ യാത്രയ്ക്ക് കൊണ്ടുവരുന്നത്. അതിൽ 2,54,00,000 രൂപ ചെലവഴിച്ചപ്പോൾ പ്രോഫിറ്റ് 1,87,00,000 രൂപയാണ് KSRTCയുടെ ഒരു മാസത്തെ, ജനുവരി മാസത്തെ മാത്രം. ഇപ്പോൾ എന്താ, ഞാൻ തമിഴ്നാട് മന്ത്രിയുമായി സംസാരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ ഒരു മാസത്തിൽ 50 വണ്ടികൾക്ക് തമിഴ്നാട്ടിൽ പോകാനുള്ള അനുവാദം കിട്ടി. ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പത്മനാഭപുരം പാലസ് ഇങ്ങനെ ഒരു സർക്കുലർ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ പത്മനാഭപുരം പാലസ്, ഇവിടെ വിതുര, മൂന്നാർ. അപ്പോൾ വിതുര വരുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും വിതുരയിൽ വരുന്നവരെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ കയറ്റി ഇതൊരു ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് പൊന്മുടി ഉള്ളത് MLA പറഞ്ഞതുപോലെ സ്വീകരിക്കുകയാണ്. പൊന്മുടി പോലുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ട്, പൊന്മുടി നമുക്ക് കാണേണ്ട സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ല വളരെ ലോകത്തെ അപൂർവമായ ഒരു സ്ഥലമാണ്. ഒരേ ജില്ലയിൽ തന്നെ തീരദേശവും ഹൈ റേഞ്ചും ഒരുപോലെ കാണാൻ കഴിയുന്ന സ്ഥലം തിരുവനന്തപുരം. പൊന്മുടിയും വർക്കലയും ശംഖുമുഖവും കോവളവും ഒരുപോലെ കിടക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പത്മനാഭപുരം പാലസ്, കോട്ടൂർ ആനസങ്കേതം, അങ്ങനെ നെയ്യാർ ഡാം കറങ്ങി പൊന്മുടി ഇങ്ങനെ കറങ്ങുന്ന ഒരു സർക്കുലറും, ശംഖുമുഖം, പിന്നെ ക്രാഫ്റ്റ് വില്ലേജ് അങ്ങനെ തുടങ്ങി അവിടുന്ന് കോവളം അങ്ങനെ കറങ്ങി വന്നിട്ട് പിന്നെ വിഴിഞ്ഞത്തെ ക്ഷേത്രമുണ്ടല്ലോ, ആഴിമല ക്ഷേത്രം, അങ്ങനെ ഒരു സർക്കുലർ കറങ്ങി. അങ്ങനെ 3 സർക്കുലർ, വർക്കല കേന്ദ്രീകരിച്ച് ഒരു സർക്കുലർ, അങ്ങനെ 3 സർക്കുലർ ഓടിക്കാൻ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ഹബ്ബ് തുടങ്ങുമ്പോൾ 5 വണ്ടികളാണ്, ഷോർട്ട് കേസ് 5 വണ്ടികളാണ് ഇവിടത്തേക്ക് അനുവദിക്കുന്നത്. അതിൽ 3 എണ്ണത്തിലേ വന്നോ, 2 എണ്ണം റെഡിയായി, 2 എണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്ത് മൊബൈൽ ചാർജർ സംവിധാനങ്ങൾ, പിന്നെ പുതുക്കിയ വണ്ടികളാണ് വരുന്നത്, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ എല്ലാം ഉള്ള വണ്ടിയാണ് വരാൻ പോകുന്നത്. ടൂറിസത്തിന് വേണ്ടി മാത്രമാണ്. ഇനി വിഷമിക്കേണ്ട, ഇനി പുതുതായി വരുന്ന എല്ലാ ബസ്സുകൾക്കും, എല്ലാ സാധാരണ ബസ്സുകൾക്കും മ്യൂസിക് സിസ്റ്റവും TV ഒക്കെ ഇട്ടാണ് വരാൻ പോകുന്നത്. പുതിയ വണ്ടികൾ KSRTC വാങ്ങുന്നു. 63 കോടി രൂപയ്ക്ക് KSRTC പുതിയ വണ്ടികൾ വാങ്ങുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഓടാനുള്ള മിനി ബസ്സുകൾ. ഇവിടെ വന്നിരുന്നപ്പോൾ 1-2 പരാതികൾ കിട്ടി. ഒരു ഇരുവർഗ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, അത് അവിടുത്തെ പ്രൊമോട്ടർ എനിക്കൊരു കടലാസ് തന്നു. ഈ പ്രദേശങ്ങളിൽ ആ മേഖലയിൽ വണ്ടിയില്ല എന്നുള്ളതാണ്. ഇത്തരം ചെറിയ ബസ്സുകൾ നിങ്ങൾക്കും അനുവദിക്കും. ചെറിയ ബസ്സുകൾ KSRTC പഴഞ്ചൻ ബസ്സുകളാണ് ഓർഡിനറി ബസ്സായി ഓടിക്കുന്നത്. അത് മാറുകയാണ്. കാരണം ആ പഴഞ്ചൻ ബസ്സുകൾ മാറ്റിക്കൊണ്ട് KSRTC പുതിയ ബസ്സുകളിലേക്ക്, പുതിയ ബസ്സുകളും ലോക്കൽ ബസ് എന്ന് പറഞ്ഞാൽ ആദ്യം സൂപ്പർ ഫാസ്റ്റ്, അത് പഴകുമ്പോൾ ഫാസ്റ്റ്, അത് പഴകുമ്പോൾ ഓർഡിനറി, അങ്ങനെയാണെങ്കിൽ താഴോട്ട് അതിന് പകരം താഴേന്ന് തന്നെ നല്ല വണ്ടികൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വണ്ടികൾ വാങ്ങാനുള്ള ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളും ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ഓടുന്ന നെടുമങ്ങാട്, വെമ്പായം, ഇങ്ങനെ പിന്നെ നെടുമങ്ങാട്, വഞ്ഞാറമൂട് ഇങ്ങനെ ഓടുന്ന എല്ലാ വണ്ടികളും ചെറിയ ബസ്സുകളാക്കി മാറ്റാൻ പോകുന്നത്. ബസ്സിൻ്റെ വലിപ്പം കുറയുന്നില്ല. ബസ്സിന് 10 അടി 10 മീറ്ററിലധികം നീളം ഉണ്ടാവും. പക്ഷേ ചെറിയ ടയർ, ചെറിയ എൻജിൻ, മൈലേജ് കൂടിയ വണ്ടികളാണ്. മൈലേജ് വലിയ പ്രശ്നമാണ്. KSRTCയുടെ വരുമാനത്തിൻ്റെ നേരെ പകുതിയിലധികം കൊണ്ടുപോകുന്നത് ഓയിൽ കമ്പനികളാണ്. ബില്ല് കൊടുക്കുമ്പോൾ 1 കോടി രൂപ വരുമാനമുണ്ട്,
60 കോടി ഒരു ദിവസം KSRTCക്ക് 60 കോടി വരുമാനം എന്ന് പറഞ്ഞാൽ 6 കോടി വരുമാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ 3.5 കോടി ഓയിൽ കമ്പനി കൊണ്ടുപോയില്ല. അവർക്ക് മാത്രം ഒരു ക്ഷീണമില്ല, അവർക്കൊരു ക്ഷീണമില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറുകയാണ്. മൈലേജ് എല്ലാ ഡ്രൈവർമാരും വണ്ടി ഓടിക്കുന്ന ഡേറ്റ ഒരു സോഫ്റ്റ്വെയറിൽ കയറ്റിക്കൊണ്ട് നമ്മൾ ഡ്രൈവറുടെ പെർഫോമൻസ് ഇനി മുതൽ നാളെ തന്നെ ഉത്തരവിറങ്ങും. ഒരു വണ്ടിക്ക് ഒരു ഡ്രൈവർ ഒരു കണ്ടക്ടർ എന്ന് ഫിക്സ് ചെയ്യാണ്. അതല്ലാതെ മറ്റൊരാൾ വണ്ടി എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഡ്രൈവറും കണ്ടക്ടറും വണ്ടി ഓടിച്ചുകൊണ്ടെങ്കിൽ ഇടയ്ക്ക് അടുത്ത ആളിനെ വിടുന്നു, വേറൊരാളെ ഏറ്റവും ഞാൻ പറയാം ഇതിനി ചെയ്യരുത്. നാളെ ഉത്തരവ് MD തരും, അനുസരിച്ച് കൊള്ളണം. റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. ഒരു ദിവസത്തേക്ക് കയറുന്ന ഡ്രൈവർ വണ്ടി കൊണ്ട് ഇടിച്ചേച്ച് കളഞ്ഞേച്ചങ്ങ് പോവാം. ആ പരിപാടി നടക്കില്ല. ആരാണോ ഇടിച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്നത് അവരുടെ പേരിൽ നടപടി ഉണ്ടാവും, അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കുകയും ചെയ്യും. ഇതിനി ഇങ്ങനെ നശിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ജീവനക്കാർ സഹകരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുക മാത്രമല്ല, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായി വന്ന ഉടനെ ആദ്യം ആഗ്രഹിച്ചത് KSRTCയിലെ മുഴുവൻ ജീവനക്കാരുടെയും ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു ഡോക്ടറെ നിയോഗിച്ചു. അതിനാവശ്യമായ മെഡിക്കൽ വണ്ടിയുണ്ട്. അതിനാവശ്യമായ പാരാമെഡിക്കൽ സ്റ്റാഫുകളെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കേരളത്തിലെ 5 ഡിപ്പോകളിൽ KSRTC ജീവനക്കാർക്ക് വേണ്ടിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പരിശോധനയും, അതുപോലെ എല്ലാ ദിവസവും നിശ്ചിത സമയത്തിൽ ഡോക്ടറുമായി നിങ്ങൾക്ക് ഓൺലൈനിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാനും സംസാരിക്കാനും നിങ്ങളുടെ രോഗവിവരങ്ങളും സംശയങ്ങളും ദൂരീകരിക്കാനും കഴിയും. കാരണം അപകടകരമായൊരു വാർത്ത ഞാൻ പറയാം. KSRTCയിൽ ഈ കഴിഞ്ഞ വർഷം മരിച്ചിരിക്കുന്നവരുടെ എണ്ണം, ഡ്യൂട്ടിയിലിരിക്കെ മരിച്ചവരുടെ എണ്ണം 67ആണ്. ഡ്യൂട്ടിയിലിരിക്കെ മരിച്ചവർ അതിൽ 80% അല്ലേ 60% ഹാർട്ട് അറ്റാക്കാണ്. അടുത്തത് രണ്ടാമതിരിക്കുന്നറിയാം സൂയിസൈഡാണ്, ആത്മഹത്യയാണ് രണ്ടാമതിരിക്കുന്നത്. മൂന്നാമത് വരുന്നുള്ളൂ ക്യാൻസറും മറ്റു രോഗങ്ങളും. അപ്പം അതുകൊണ്ട് മാനസികമായ പിരിമുറുക്കമുണ്ടെങ്കിൽ പോലും ഡോക്ടറുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് ഡോക്ടർ 4-5 ദിവസം ഇവിടെ കാണത്തില്ല, യാത്രയിലാണ്. അത് കഴിഞ്ഞ് വന്നാൽ കൃത്യമായി അത് പാലിക്കും. നിങ്ങൾക്ക് എല്ലാ ഡിപ്പോകളിലേക്കും വന്ന അതാത് ഡിപ്പോകളിൽ ഒരു മാസത്തിൽ 5 ഡിപ്പോകൾ വെച്ച് കവർ ചെയ്യും. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാനും അതിന് തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ്. സർക്കാരിലേക്ക് ഫയൽ സമർപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അതായത് നമ്മുടെ കാരുണ്യ പദ്ധതിയിൽ മുഴുവൻ KSRTC ജീവനക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കാരുണ്യ പദ്ധതി KSRTC ജീവനക്കാർക്ക് വേണ്ടി അനുവദിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഇനി ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട്. ഇവിടെ നിന്ന് 2 സൂപ്പർ ഫാസ്റ്റുകൾ ആരംഭിക്കുകയാണ്. ഒന്ന് ഐസറിൽ നിന്ന് ഗുരുവായൂരേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റാണ്. അത് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പിന്നെ വിതുര എറണാകുളം സൂപ്പർ ഫാസ്റ്റാണ്. അത് ആലപ്പുഴ വരെ ആയിരുന്നു, അത് എറണാകുളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ആ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കും. ഇനി നമ്മുടെ അടുത്ത പരിഷ്കാരം എന്ന് പറയുന്നത് KSRTC ജീവനക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി ഒരു പുതിയ പരിഷ്കാരം പറയുകയാണ്. ഒരു ബസ് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ എയർ കണ്ടീഷൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ പുതിയ ഒരു സംവിധാനത്തിലൂടെ ഹൈബ്രിഡ് AC എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് വിജയകരമായി ചില സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ നടപ്പിലാക്കി. ഹൈബ്രിഡ് AC സംവിധാനത്തിലേക്ക് ഒരു ബസ് ട്രയലായി പണിയാൻ കൊടുക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒരു 10-40 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളെ എയർ കണ്ടീഷനാക്കി മാറ്റും. കൂടുതൽ ചാർജ് വർധനവില്ലാതെ. സൂപ്പർ ഫാസ്റ്റിന്റെ ചാർജിൽ വലിയ വർധനവ്, ചെറിയ വർധനവ്, ഒരു പേരിനും വേണ്ടി വലിയ വർധനവില്ലാതെ സാധാരണക്കാരന്റെ യാത്ര മുഴുവൻ എയർ കണ്ടീഷനിലേക്ക് മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ സംസ്കാരം മാറ്റാൻ പോവുകയാണ്. പൊടിയടിച്ച് മണ്ണും തിന്ന് ഉടുപ്പഴുക്കാക്കി ബസ്സിൽ യാത്ര ചെയ്യുന്നുള്ള പരാതി മാറുകയാണ്. സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റുകൾ AC ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ മൈലേജ് നഷ്ടപ്പെടാതെയുള്ള ഒരു ടെക്നോളജിയാണ്. വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്കൊരു ബസ്സിനെ എയർ കണ്ടീഷനാക്കി മാറ്റാൻ കഴിയും. വേറെ സംവിധാനമാണ്. ഈ സീറ്റൊക്കെ സെയിം ആയിരിക്കും, എയർ കണ്ടീഷൻ ഉണ്ടാവും എന്ന്, അഡീഷണൽ ആയിട്ട് എയർ കണ്ടീഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സംവിധാനം. അത് ഉടൻ തന്നെ ട്രയൽ നോക്കാൻ ഇന്ന് ഞാൻ അവരുമായി സംസാരിച്ചു, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു. അവരതിൻ്റെ നീക്കുവെക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ ഒരു വണ്ടി ട്രയൽ പണിയാൻ വേണ്ടി കൊടുക്കണം. 1 മാസം കൊണ്ട് വണ്ടി പണിഞ്ഞു കിട്ടും. പണിഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ സർവീസ് ആരംഭിക്കും. അതോടുകൂടി അത് മികച്ചതാണ് എന്ന് തെളിഞ്ഞാൽ അടിയന്തരമായി ഒരു 10-40 വണ്ടി അങ്ങ് എയർ കണ്ടീഷൻ ചെയ്യും. സൂപ്പർ ഫാസ്റ്റ് വണ്ടികളിൽ ഏറ്റവും പുതിയ വണ്ടികൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യാൻ. അതോടെ നമ്മുടെ ഒരു കൾച്ചർ മാറും. സിനിമാ തിയേറ്ററിൽ, കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത സിനിമാ തിയേറ്ററിൽ 2011 ഞാൻ തുടങ്ങി വെച്ച പരിഷ്കാരമാണ് കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യണമെന്നുള്ളത്. അന്ന് എന്നെ പലരും എതിർത്തു. പക്ഷേ ഇന്ന് കേരളത്തിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത ഒരു തിയേറ്ററും ഇല്ല എന്നാലോചിക്കും. എന്നാൽ തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. പക്ഷെ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമ്മളിത് തുടങ്ങുമ്പോൾ സ്വകാര്യ ബസ്സുകാരും ഇതേ ലൈനിലേക്ക് വരും. അവരും എയർ കണ്ടീഷൻ ചെയ്ത ബസ്സുകൾ സാധാരണക്കാർ കൊടുക്കും. അതിലൂടെ നമ്മളൊരു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഒരു കൾച്ചർ മാറും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. KSRTC ജീവനക്കാരുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്
സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. യാതൊരു ആശങ്കയും നിങ്ങൾ രാഷ്ട്രീയം ഒരു നിമിഷം മാറ്റിവെക്കുക, കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രീയം മാറ്റിവെക്കുക, ഇതിനെ കരകയറ്റുക നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഞാൻ 67 കോടി രൂപയോളം ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ജീവനക്കാരുടെ ബാങ്ക് ലോണിനടയ്ക്കാനുള്ള കുടിശ്ശിക അടക്കം അടച്ചു തന്നു എന്ന് മറക്കരുത്. KSRTC ജീവനക്കാരുടെ സഹകരണ സ്ഥാപനം, ആ സഹകരണ സ്ഥാപനത്തിന് കൊടുക്കാനുണ്ടായിരുന്ന 32 കോടി രൂപയാണ്. അതിൽ 19 കോടിയിലധികം നിങ്ങൾക്ക് അടച്ചു തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് പൈസ കിട്ടിയാലും അത് ജീവനക്കാരെ പിടിച്ചു വെച്ച ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുക, അവരുടെ പേരിൽ ലോൺ എടുത്തതിനു ശേഷം കൊടുക്കാതെ എല്ലാം തിരിച്ചടയ്ക്കാൻ വ്യക്തിപരമായി ഞാൻ കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. പ്രമോദ് ശങ്കർ CMD ആയി വന്നതിന് ശേഷം ഞങ്ങൾ പൈസ ഏത് കിട്ടിയാലും, സ്ക്രാപ്പ് വിറ്റ് പൈസ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അടച്ചു തരാം. പുതിയ വണ്ടി വാങ്ങാൻ ഇപ്പോഴാണ് പൈസ കിട്ടിയത്. അതുവരെ സ്ക്രാപ്പ് വിറ്റ് കിട്ടിയ കാശ് പോലും നിങ്ങളുടെ ലോണുകളിലേക്ക് അടച്ചു. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളൊന്ന് പിടിച്ചെടുക്കുകയും അടയ്ക്കാതിരിക്കുകയും ചെയ്ത പൈസ അടച്ചു. 67 കോടി രൂപയാണ് നിങ്ങൾക്കായി പല ഘട്ടങ്ങളിലായി ഈ പ്രോവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ്, ഇങ്ങനെ എല്ലാത്തിനും അടച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഡ്യൂ ഇല്ല, മനസ്സിലാക്കണം. ഇപ്പൊ സമരം ചെയ്യാൻ ചിലർ വിളിക്കും, നമുക്ക് പണിമുടക്കാൻ വരൂ എന്ന് വിളിക്കും ചിലർ. പോകുന്നവർ ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറയുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ നന്മയാണ് ഇപ്പൊ പ്രധാനം. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുക്കാം. ഗണേഷ് കുമാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ദൈവം സഹായിച്ചാൽ. അവിടെ വാ, രാഷ്ട്രീയം അവിടെ നേരിടാം. പക്ഷേ സാധാരണക്കാരായ ജീവനക്കാരുടെ കഞ്ഞിയിൽ ഇനിയും പാറ്റയിടാൻ, മണ്ണ് വാരിയിടാൻ ട്രേഡ് യൂണിയൻ ഉപയോഗിക്കാൻ പാടില്ല. അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലെന്ന് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്. ചിലർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർ അബദ്ധത്തിൽ ചാടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പങ്കെടുത്തിട്ട് അബദ്ധം പറ്റിപ്പോയി വണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞ് വന്നാൽ യാതൊരു ആനുകൂല്യം ഉണ്ടാവില്ല. ഡൈസ് നോൺ ബാധകമാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാരെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നവർ ശ്രദ്ധിക്കുക. ഇതിന്റെ നാശമല്ല നമ്മൾ മുന്നിൽ കാണുന്നത്, ഇതിന്റെ നന്മയാണ് മുന്നിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ക്രൈസിസ് എന്ന് പറഞ്ഞ സംഭവം. ഈ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജീവനക്കാരും മാനേജ്മെന്റും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടണം. ഇന്ന് നിങ്ങൾ കണക്കെടുത്ത് പോയി നിങ്ങളുടെ ട്രേഡ് യൂണിയൻ നേതാക്കളോട് ചോദിക്കും, കണക്കെടുത്ത് പോയി ഞാൻ പറഞ്ഞ കണക്കിൽ കള്ളമുണ്ടെങ്കിൽ പരിശോധിക്കാം. പ്രോവിഡന്റ് ഫണ്ട് ആവട്ടെ, നിങ്ങളുടെ ഇൻഷുറൻസ് ആകട്ടെ, അല്ലേ, ആനുകൂല്യം കണക്കാൻ കൊണ്ടുവന്നിട്ടില്ല, അയക്കാമായിരുന്നു കൃത്യമായിട്ട്. ഇതെല്ലാം കൊടുത്തിട്ടും സർക്കാരിന് മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദുഷ്ട ലക്ഷ്യമുണ്ട് എന്ന് മാത്രം മനസ്സിലായി. വരാൻ പോകുന്ന റഫറണ്ടം മുന്നിൽ കണ്ടുകൊണ്ട് ജീവനക്കാരെ കബളിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ജീവനക്കാരെ കൂട്ടു നിൽക്കാൻ പാടില്ല. പണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ പണിമുടക്കാൻ പോയാൽ ശമ്പളം വൈകുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും വൈകാൻ പോകുന്നത്. എവിടെ നിന്നില്ലാത്ത പൈസ മുഴുവൻ സമാഹരിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൊടുക്കാനുള്ള പൈസ ഞാൻ കൂടെ ഇരുന്ന് മറിച്ച് തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് മാസത്തിൽ ഒരുമിച്ച് ശമ്പളം തരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വപ്നമായിരുന്നു. അത് സാധിച്ചു തന്ന ഞാൻ നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുമെന്ന് ഞാൻ തന്നിരിക്കാൻ സമരം ചെയ്താൽ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. പണിമുടക്കി തൊഴിലാളി എന്തായാലും ഇപ്പോൾ ഉടനെ കൊടുക്കുന്നതിന് സർക്കാരിന്റെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് സർക്കാർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1-ാം തീയതി ശമ്പളം കൊടുക്കും, ആദ്യത്തെ ആഴ്ച ആദ്യം, പിന്നെ 1-ാം തീയതി ശമ്പളം കൊടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുമെന്ന് KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്ക് ബോധ്യമുള്ളപ്പോൾ അതിനുവേണ്ടി ഒരു പണിമുടക്ക് സംഘടിപ്പിച്ച് നാളത്തെ വരുമാനം കുറച്ചുകൊണ്ട് KSRTC നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് KSRTC ജീവനക്കാരോടുള്ള സ്നേഹമല്ല എന്ന് മാത്രമേ. രാഷ്ട്രീയം ഒന്നും പറയുമല്ല, ഞാൻ രാഷ്ട്രീയം പറയത്തില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഈ പ്രസ്ഥാനത്ത്, ഈ KSRTC എന്ന കേരളത്തിലെ മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനം നേടിയ ഒരു പ്രസ്ഥാനമാണ് KSRTC. മലയാളിയുടെ ഒരു സ്വപ്നവും സ്നേഹവുമാണ് KSRTC. ആ KSRTC തകർക്കാനുള്ള ഒരു ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒന്നും പറയാനില്ല. ഇത്തരം രാഷ്ട്രീയ ബുദ്ധികൾ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനത്തിൽ പണിമുടക്ക് നടത്തി ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പണിമുടക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് സ്നേഹമല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാണ്. ആരോടുമുള്ള സ്നേഹമല്ല. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കും, ഞാൻ പറയുന്ന സത്യമാണ്, കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല. പണം കിട്ടുന്ന ഓരോ പൈസയും ഇവിടെ ഏറ്റവും കൂടുതൽ വേറെ ആർക്ക് പൈസ ചിലവാക്കി? KSRTC കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കിട്ടിയ ഏത് വരുമാനം ജീവനക്കാരുടെ ആവശ്യത്തിനല്ല ചിലവാക്കിയിട്ടുണ്ട് പറയും. വണ്ടി വാങ്ങാൻ പണമില്ലായിരുന്നു, എന്നിട്ടും ഇപ്പൊ സർക്കാർ 63 കോടി രൂപ കൊടുത്തു. ഈ ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും എല്ലാം കൂടാതെ സമ്പൂർണമായി 12 മാസവും പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണ്. ഓരോ മാസവും 50 കോടി രൂപയധികം ശമ്പളത്തിനായി തരുന്നത് സർക്കാരാണ്. എന്തിനാണ് സമരം എന്ന് ചോദിച്ചാൽ 1-ാം തീയതി ശമ്പളം കിട്ടണം. 1-ാം തീയതി ശമ്പളം കിട്ടും എന്ന് എത്ര ദിവസമായിട്ട് ഞാൻ പറയുന്നു. പേടിക്കേണ്ട, 2 മാസം ശരിയാക്കാം. അതിന് ഒരുപാട് സാങ്കേതിക കാര്യമുണ്ട്. രാവിലെ ഇങ്ങോട്ട് വാ, എത്ര 73 കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണം. കൊടുക്കേ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയൊന്നുമില്ല, ഇവിടെ എടുക്കാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അവിടുന്ന് മറിച്ച് ഇവിടുന്ന് അതൊരു കച്ചവടമാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ച് റെഡിയാക്കി ജീവനക്കാരെ ശമ്പളം കൊടുക്കാൻ ശ്രമിക്കും. അത് നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തുമെന്നറിയാം. അത് നടത്താൻ മുഖ്യമന്ത്രി എനിക്ക് പച്ചക്കൊടി നൽകിയിട്ടുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങളെ മാനേജ് ചെയ്യുകയാണ്. അത് നടക്കും എന്ന് ഉറപ്പാകുമ്പോൾ ഞങ്ങളുടെ ശമ്പളം 1-ാം തീയതി. കഴിഞ്ഞ ദിവസം എറണാകുളം കോഴിക്കോട് നടന്ന DC ബുക്സിൽ നടന്ന ചർച്ചയിൽ എന്നോട് ചോദിച്ചു, KSRTC ജീവനക്കാർക്ക് 1 ശമ്പളം കൊടുക്കും.
കൊടുക്കും എന്ന് ഒരു സ്വകാര്യ ചടങ്ങിൽ പോലും അവിടെ വെച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാധ്യമ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, കൊടുക്കും, 1-ാം തീയതി ശമ്പളം കൊടുക്കും. കയ്യടിയോടെയാണ് അവിടെ ഇരുന്നവർ സ്വീകരിച്ചത്. അത് കേട്ടയച്ച് പോയിട്ട് 1-ാം തീയതി സമരം ചെയ്യണം, ശമ്പളം തരണം പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്നത് എന്ത് ബുദ്ധിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ നന്മ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരികയാണ്. ആ ഒരു ബുദ്ധിയും നന്മയും കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആശയങ്ങൾ ബഹുമാനപ്പെട്ട MLA മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രധാനമായുള്ള സ്റ്റേഷനുകൾ വിതുര, വെള്ളനാട്. അപ്പം അദ്ദേഹം 10 ലക്ഷം രൂപ തന്നാൽ മതി, അതിങ്ങി തന്നാൽ മതി. അതിനെ നമ്മൾ കൃത്യമായി വിന്യസിച്ച് അങ്ങയുടെ മണ്ഡലത്തിലെ 3 ഡിപ്പോകളിലും ഞങ്ങൾ കമ്പ്യൂട്ടർ വയ്ക്കാം. വേറെ ഞങ്ങൾ ചെലവ് ആപ്പ് വഴി ഞങ്ങൾക്ക് ഓരോ ഡിപ്പോയിലേക്കും 5 കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. അതിൽ ഇതുകൂടി ക്ലബ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തി ഞങ്ങൾ തരാൻ കാണിക്കുന്ന മനസ്സിന് നന്ദിയുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തു. പക്ഷേ ധനകാര്യ വകുപ്പ് യാതൊരു വിധത്തിലും ഇതൊരു 3-4 തവണ പോയിട്ട് വന്നതാണ്. അങ്ങ് പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ചെയ്തു. പക്ഷെ അത് ഇങ്ങനെ മാറി പോയി. ഒടുവിൽ 10 ലക്ഷം രൂപ, ആദ്യം 8 ലക്ഷം രൂപയാണ് പറഞ്ഞത്, 10 ലക്ഷം രൂപ എന്ന് എത്തിച്ച് നിർത്തുകയായിരുന്നു. അതിൽ അങ്ങയുടെ 3 ഡിപ്പോകളിലേക്ക് അങ്ങ് 10 ലക്ഷം രൂപയും ഇതിനു വേണ്ടി MDക്ക് അനുവദിച്ചു കൊടുത്താൽ മതി. ബാക്കി അതിൻ്റെ കമ്പ്യൂട്ടർ കൃത്യമായി വിന്യസിക്കുകയും ചെലവ് ആപ്പിന് വേണ്ടി 5 കമ്പ്യൂട്ടർ വീതം ഒരു സെൻറ്ററിൽ വരുന്നുണ്ട്, അവർ തരുന്നുണ്ട്. അതും കൂടി വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സെൻറ്ററുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യും. ചില MLA മാർ തരില്ല എന്ന് വാശി പിടിച്ചിട്ടുണ്ട്. അവിടെ മാത്രം കമ്പ്യൂട്ടറൈസേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യും. ബഹുഭൂരിപക്ഷം, അതായത് 99.9% MLA-മാർ തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചില വ്യക്തിപരമായ വൈരാഗ്യം പോലെ എന്നോടാണോ KSRTയോടാണോ MDയോടാണോ അതോ ഏതൊക്കെ തവണ ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ കാലിച്ചവിട്ടി എന്ന് പറഞ്ഞാൽ പിണങ്ങിയിട്ടാണോ എന്നറിയില്ല. ചില MLA-മാർ തരില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. കണ്ടക്ടർ കാലിച്ചവിട്ടി, അതുകൊണ്ട് ഞാൻ അവന്മാർക്ക് പൈസ കൊടുക്കത്തില്ല എന്ന് വല്ലതും കരുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാരെങ്കിലും ചില്ലറ കൊടുക്കാൻ ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും തരില്ല എന്ന് വാശിക്ക് പറയുന്ന ആൾക്കാർ ഒഴിച്ചാൽ 99.9% MLA-മാർ കത്ത് തന്നു കഴിഞ്ഞു. അങ്ങയുടെ കൂടി സാങ്ഷൻ ചെയ്ത് തരാം. അങ്ങയുടെ മണ്ഡലത്തിലെ 3 സ്ഥാപനങ്ങളും ചേർത്ത് 10 ലക്ഷം രൂപ അങ്ങ് നൽകിയാൽ മതി. അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറെല്ലാം സെറ്റിലായി കഴിഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്തു. വന്നാൽ മറ്റുള്ള MLA, എൻ്റെ അടക്കം ബാലഗോപാലിൻ്റെ അടക്കം എല്ലാവരുടെയും MLA-മാരുടെയും വന്നു കഴിഞ്ഞു. ഇനി അങ്ങയുടെ കൂടി പെട്ടെന്നൊന്ന് ആക്കി തരണം. അദ്ദേഹത്തോട് നന്ദി പറയുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നു എന്നൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ 40 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് ഉത്തരവാക്കി തന്നിരിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ സ്റ്റീഫൻ MLA പ്രശംസ അർപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ നാട്ടിൽ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങണം, അതിനെല്ലാ സൗകര്യം ചെയ്തു തരണം എന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് അനുവദിച്ചു. ബസ് സ്റ്റേഷനിൽ നിന്ന് അനുവദിച്ചതിനെ നമ്മുടെ സതീശൻ വന്നു. അദ്ദേഹത്തിൻ്റെ IV സതീശൻ അദ്ദേഹത്തിൻ്റെ കാട്ടക്കടയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അനുവദിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഇതുപോലെ പണം അനുവദിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും കാട്ടക്കടയിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ അനുവദിച്ചു കൊടുത്തതായി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും 2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. MLA ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ സഹായം, അതിപ്പോൾ ഞാൻ വിട്ടുപോയതിന് ക്ഷമിക്കണം, ഏറ്റവും വലിയ സഹായം ചെയ്തത് വിതുര സർവീസ് സഹകരണ ബാങ്കാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും അവരെ എല്ലാം പരിചയപ്പെടുത്താനും തിയറി ക്ലാസ് എടുക്കാനും. തിയറി ക്ലാസ് ഇന്നത്തെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഭാഗമാണ്. അതിന് ഏറ്റവും നല്ലൊരു സ്ഥലം, ഏറ്റവും മനോഹരമായ, ഏറ്റവും സ്വസ്ഥമായ ടൗണിൻ്റെ നടുക്ക് തന്നെയുള്ളൊരു സ്ഥലം നമുക്ക് നൽകിയത് വിതുര സർവീസ് സഹകരണ ബാങ്കാണ്. സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് പ്രത്യേകമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭരണസമിതി അംഗങ്ങളോടും നന്ദി അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള സഹകരണമാണ് നമ്മുടെ നാട്ടിലെ പൊതുവായ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇതൊരു വിതുരയെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു ചെറിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനും നിങ്ങൾ വിചാരിക്കും. അല്ല, KSRTCയും വിതുരയും തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ച് ഇവിടെയുള്ള മലയോര മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് KSRTCയുമായി MLAയും സഹകരണ ബാങ്കും പഞ്ചായത്തും എല്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ സൗഹൃദ ബന്ധം പരമാവധി നിങ്ങൾക്ക് ഉപകാരപ്രദമായി മാറും എന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾ ഉറപ്പു നൽകാം.